അങ്ങനെ സൂര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പത്മ അമ്പലത്തിലേക്ക് എത്തിയാണ് കേട്ടോ. ആ സമയത്താണ് അവിടെ തികച്ചും യാദൃശ്ചികമായിട്ട് ഒരു സംഭവം അവൾ കാണുന്നത്. മിത്ര അത് അമ്പലത്തിലെത്തിയിരിക്കുന്നു. എന്നിട്ട് സൂര്യയുടെ നാളും നക്ഷത്രവും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവന് വേണ്ടിയിട്ട് വഴിപാട് നടത്തുകയാണ് കേട്ടോ. ഇത് കാണുന്ന പത്മം ആകെ ഷോക്കാവുകയാണ്. അവൾ ഒന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് മിത്രയുടെ ഓരോ മൂവ്മെൻറ്റ്സും ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ വഴിപാട് നടത്താൻ പറഞ്ഞതിന് ശേഷം അവൾ സൂര്യയ്ക്ക് വേണ്ടി ഒരുപാട് സമയം കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ശേഷം അമ്പലമൊക്കെ ഒന്ന് പ്രദക്ഷിണം വെക്കുന്നുണ്ട്. എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതിനിടയിൽ അവളൊന്ന് ഇടക്കാണിട്ട് നോക്കുന്നുണ്ട് പത്മയെ. ശരിക്കും ഇതവൾ പത്മ കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയായിരുന്നു. അവളുടെ മുന്നിൽ വെച്ച് തന്നെ സൂര്യയുടെ നാളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴിപാട് നടത്തുന്ന കാരണവും പത്മയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് തന്നെയായിരുന്നു. ഇതൊന്നും അറിയാത്ത പത്മം ഇതെല്ലാം കണ്ട് മനസ്സിൽ സന്തോഷിക്കുകയാണ്. എന്നിട്ട് നേരെ അവളുടെ തൊട്ട് പിന്നിലായിട്ട് ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പത്മ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് മിത്രയെ കാണുന്നില്ല. അവൾ ജസ്റ്റ് ഒന്ന് എവിടെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ചുറ്റും നോക്കുന്നുണ്ട്. പക്ഷെ കാണുന്നില്ല കേട്ടോ. ഇതെല്ലാം തൊട്ട് അപ്പുറത്ത് നിന്ന് മാറി നിന്ന് മിത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പത്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറാൻ നിൽക്കുകയാണ്. ആ സമയത്ത് തൊട്ട് പിന്നിൽ നിന്നും ആൻറ്റി എന്നൊരു വിളി കേൾക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് മിത്രയാണ്. ചിരിച്ചുകൊണ്ട് പത്മയുടെ അടുത്ത് വന്ന് അവൾ കാൽ തൊട്ട് നമസ്കരിക്കാൻ. അയ്യോ എന്തായി കാണിക്കുന്നത് പറഞ്ഞ് പത്മ അവളെ നേപ്പിച്ച് നിർത്തുകയാണ്. ആൻറ്റി എന്നോട് ക്ഷമിക്കണം. ആൻറ്റിയോടും ആൻറ്റിയുടെ കുടുംബത്തോടും ഞാനും എൻ്റെ അച്ഛനും വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ആൻറ്റിക്കറിയാമല്ലോ ഞാൻ സൂര്യ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. പക്ഷേ അന്ന് വിവാഹ മണ്ഡപത്തിൽ വെച്ച് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എൻ്റെ സ്വപ്നങ്ങളും അച്ഛൻ്റെ അഭിമാനങ്ങളും ഒക്കെ ഒന്നിച്ചാണ് തകർന്നു വീണത്. അതിനെ മറികടക്കാൻ ആരോടൊക്കെയോ ദേഷ്യപ്പെട്ടു, എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതിന് ഞങ്ങൾക്കെല്ലാവർക്കും കുറ്റബോധമുണ്ട് ആൻറ്റി. ഏതെങ്കിലും ഒരു ദിവസം ആൻറ്റിയെ ഒന്ന് കാണണം, നേരിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. സൂര്യ ഹോസ്പിറ്റലിലായ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഒന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊരു അന്തരീക്ഷത്തിലേക്ക് ഞാൻ വന്ന നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വരാതിരുന്നത് എന്നൊക്കെ പറയാം കേട്ടോ മിത്ര. അല്ല ആൻറ്റി എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കാം. അപ്പോൾ പത്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ, നിങ്ങളുടെ കുടുംബത്തിനുണ്ടായ നാണക്കേടിനും ബുദ്ധിമുട്ടിനുമൊക്കെ എൻ്റെ മകനല്ലേ കാരണം. പക്ഷേ യാതൊന്നും അറിയാതെ അവസാന നിമിഷം വരെ നിങ്ങൾക്കും വേണ്ടി വാദിച്ച എനിക്ക് നിങ്ങൾ നൽകിയ വാക്ക് എത്രമാത്രം എന്നെ വേദനിപ്പിച്ചു എന്നറിയാമോ എന്ന് ചോദിക്കാൻ. അപ്പോൾ മിത്ര, ക്ഷമിക്കൂ ആൻറ്റി, പതുക്കെ പതുക്കെ ഞങ്ങൾ എല്ലാവരും അത് മറക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മിത്ര വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പത്മയുടെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. എല്ലാം ചിരിച്ചുകൊണ്ട് തലമൂടി സമ്മതിക്കുക ചെയ്യുന്നുണ്ട് മിത്ര. അങ്ങനെ അവസാനം പറയുന്നുണ്ട്, മോൾ എന്തായാലും കഴിഞ്ഞതെല്ലാം മറക്കണം, എന്നിട്ട് നല്ലൊരു വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട്, ഇനിയൊരു വിവാഹമോ അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തൽക്കാലം എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ സംഭവങ്ങളൊന്നും മറക്കാൻ കഴിയില്ല. ഞാൻ സൂര്യയെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു ആൻറ്റി. അത്ര പെട്ടെന്നൊന്നും എൻ്റെ മനസ്സിൽ നിന്നും അവൻ പോകില്ല അല്ലേ. കാലം കഴിയുന്തോറും എൻ്റെ മനസ്സിലുള്ളത് കാലം മായ്ച്ചു കളയുമായിരിക്കും അല്ലേ ആൻറ്റി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സംസാരത്തിനൊടുവിൽ പത്മ പറയുന്നുണ്ട്, എന്തായാലും എനിക്കൊരു അർജൻറ്റായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ഉണ്ട്, ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറാൻ നിൽക്കുകയാണ്. ആ സമയത്ത് പിന്നിൽ നിന്ന് മിത്ര വിളിക്കുന്നുണ്ട്, ആൻറ്റി ഒരു റിക്വസ്റ്റ് ഉണ്ട് ആൻറ്റി, എനിക്ക് സൂര്യ എന്ന് കാണണമെന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യാൻ. ഞാൻ അങ്ങോട്ട് വരുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ആൻറ്റി അനുവദിക്കുകയാണെങ്കിൽ ഇത് സൂര്യയുടെ പേരിൽ വഴിപാട് നടത്തിയ ഒരു പ്രസാദമാണ് എന്ന് പറഞ്ഞ് അവൾ പ്രസാദം പത്മയുടെ അടുത്തേക്ക് നീട്ടുന്നുണ്ട്. ഇതൊന്ന് സൂര്യക്ക് കൊടുക്കാനെങ്കിലും എന്ന് പറയാൻ. അപ്പോൾ പത്മ ഒന്നും പറയാതെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ മിത്ര പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട, എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അവൾ പോവാൻ വേണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ പത്മ വിളിക്കുന്നുണ്ട്, മിത്ര നിൽക്കുകൂട്ടി, എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറയാണ്. ഇത് കേട്ടത് മിത്രക്ക് സന്തോഷമാകുന്നുണ്ട്. ആൻറ്റി എന്ന് വിളിക്കുകയാണ് അവൾ. ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ വയ്യ. എൻ്റെ മകന് വേണ്ടി ഇത്രയ്ക്കും തീവ്രമായി പ്രാർത്ഥിക്കുന്ന ഒരാൾ, അവരെ കണ്ണടച്ച് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. വാ കയറ് എന്ന് പറയാൻ വണ്ടിയിൽ. മിത്ര പറയുന്നുണ്ട്, വേണ്ട ആൻറ്റി, എൻ്റെ വണ്ടി അപ്പുറത്തുണ്ട്, ഞാൻ അതിൽ വന്നോളാം. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് പത്മ വണ്ടിയിൽ കയറാണ്. മിത്രയാട്ടെ അവളുടെ വണ്ടിയിലേക്ക് ഓടിപ്പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സൂര്യ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം നോക്കി തൊട്ടടുത്ത് തന്നെ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദിനി. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം അവൾ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവരെ ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. സാർ വീഴാൻ പോയ സമയത്ത് പത്മാമ്മയുടെ പിടിക്കാൻ വന്നപ്പോൾ എന്തിനാ സാർ അതിനെ എതിർത്തത്? എങ്ങനെയായാലും അത് സാറിന്റെ അമ്മയല്ലേ. സ്വന്തം മക്കൾ വീഴുന്നത് കാണുമ്പോൾ ഏത് അമ്മയ്ക്കാണ് സഹിക്കാൻ കഴിയുക? അവർ ഓടി വരുന്നതും പിടിക്കുന്നതും സാധാരണമല്ല. അതിനെ സാർ ഒരിക്കലും അവഗണിക്കരുത്. സാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമാണ് തോന്നുന്നത്. ഒരു മക്കളും ഒരമ്മയോട് ഇങ്ങനെ ചെയ്യരുത്. ആ അമ്മയുടെ മനസ്സിലുള്ള വേദന എനിക്കറിയാം എന്ന് പറയാം. നീ പോ നന്ദിനി, അതൊക്കെ ചുമ്മാ ഒരു അഭിനയമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ തർക്കിക്കാൻ കേട്ടോ. അവസാനം നന്ദിനി മരുന്ന് എടുത്ത് കൊടുക്കുന്നത് കുടിക്കാൻ. സൂര്യയാട്ടെ എനിക്ക് മരുന്നൊന്നും വേണ്ട, ഈ മരുന്ന് കുടിച്ചാൽ എനിക്ക് നല്ല ഉറക്കം വരും എന്ന് പറയാൻ. അത് ക്ഷീണം മാറാനാണ് സാർ മരുന്ന് കുടിക്കണം എന്ന് നന്ദിനി പറയുന്നത്.
എൻ്റെ ക്ഷീണം മാറണമെങ്കിൽ മരുന്നൊന്നുമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് മറ്റൊന്നാണ് എന്നൊക്കെ പറയാണ്. നന്ദിനി പറയുന്നത് അതൊന്നും ഇപ്പോൾ പറ്റില്ല, സാറിൻ്റെ ക്ഷീണം മാറണമെങ്കിൽ ഈ മരുന്ന് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുക. അവൻ വേണ്ട എന്ന് തന്നെ പറയാൻ കേട്ടോ. സാർ, പണ്ട് പിച്ചു ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയി വന്നാൽ മരുന്ന് കുടിക്കാൻ നല്ല മടി കാണിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ അവളെ കൊണ്ട് മരുന്ന് കുടിപ്പിക്കുമായിരുന്നു. അതിനുള്ള വിദ്യ എനിക്കറിയാം. ഞാൻ സാറിനും അങ്ങനെ തന്നെ തരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ മരുന്ന് കുടിക്കുന്നില്ല, നീ ആ വിദ്യ ഒന്ന് കാണിക്ക്, എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് സൂര്യ ഇരിക്കാൻ കേട്ടോ. എങ്കിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നന്ദിനി പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ വാ തുറപ്പിച്ചിട്ട് ഗുളിക അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ ആ വെള്ളം എടുത്തിട്ട് വായിലേക്ക് ഒഴിക്കാൻ. അറിയാതെ തന്നെ എല്ലാം പെട്ടെന്നായതുകൊണ്ട് സൂര്യ കുടിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ആരായാലും കുടിച്ചു പോകില്ല, എന്താണിത് എന്നൊക്കെ പറയാൻ സൂര്യ. ഇത് തന്നെയാണ് അതിനുള്ള സൂത്രം എന്ന് പറഞ്ഞ് നന്ദിനി ചിരിക്കാൻ. നീ എന്താടോ എന്നെ പരിചരിച്ച് ഇനി ഒരു നഴ്സാവുമോ എന്ന് ചോദിക്കാണ്ട് സൂര്യ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ഒരു നഴ്സാവും, അതുമല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട്, അതുമല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചിട്ട് ആ പാത്രമൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവാണ്. അതെന്താ, മറ്റെന്തെങ്കിലും? ചുമ്മാ പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സൂര്യമാനം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് താഴെ ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ പിന്നാലെ തന്നെ മറ്റൊന്നും. ഒന്നിൽ നിന്ന് പത്മയും മറ്റേതിൽ നിന്നും ഇത്രയും ഇറങ്ങാണ്. ഇത് പുറത്തു നിന്ന് നന്ദിനി കാണാൻ കേട്ടോ. അവളാകെ ഷോക്കാവുകയാണ്. എന്നിട്ട് പത്മ വാ മോളെ എന്നും പറഞ്ഞ് മിത്രയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. മിത്ര വലതുകാൽ വെച്ച് അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അവളൊന്ന് ആലോചിക്കുന്നുണ്ട്. വാ മോളെ കയറി വാ എന്ന് പറഞ്ഞ് പത്മ വീണ്ടും നിർബന്ധിക്കാൻ. അങ്ങനെ അവൾ വലതുകാൽ വെച്ച് തന്നെ അകത്തേക്ക് കയറാൻ കേട്ടോ. എന്നാൽ ഇതൊന്നും അറിയാതെ ഇന്ദ്രജയും വേദയും വിജയും കൂടി ഹാളിലിരുന്ന് ഫോണിൽ എന്തൊക്കെയോ കുത്തി കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പെട്ടെന്നാട്ടോ വേദ കാണുന്നത്. അവൾ ആകെ ഷോക്കാവാണ്. ചേച്ചി നോക്കിക്കേ എന്ന് പറയുന്നത് കണ്ട് ഇന്ദ്രജയും വിജയ് നോക്കുന്നുണ്ട്. അവരും മിത്രയെ കണ്ടതും ആകെ ഷോക്കായി പോവാൻ. ഇന്ദ്രജ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മമ്മി ഇത്, ഇവളാരാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്, ഇവർക്കെന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കാൻ. പത്മ പറയുന്നുണ്ട്, മിത്ര സൂര്യയെ കാണാൻ വന്നതാണ്. ഏട്ടനെ കാണാനോ എന്ന് ചോദിക്കാണ്ട് വേദ. അതെ, അവന് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ അവൾ കാണാൻ വന്നു. ഇവളെന്തിന് ഏട്ടന് സുഖമില്ലെങ്കിൽ കാണാം എന്നൊക്കെ ചോദിക്കാൻ വേദ. വിജയ് പറയുന്നതിന് ആന്റി ഇത് അല്പം മോശമായി പോയി. പത്മ പറയുന്നതിന് എനിക്ക് യാതൊരു മോശവുമില്ല, മോളെ നീ പോയി സൂര്യയെ കാണ് എന്ന് പറയണം മിത്രയോട്. അങ്ങനെ മിത്ര ഓക്കെ ആന്റി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അകത്തേക്ക് പോകാൻ നിൽക്കാൻ. അപ്പോൾ ഇതിന് സാർ ഒന്ന് തടയാൻ കേട്ടോ. നിക്ക്, നീ എന്തിനാ സൂര്യ ഇപ്പോൾ കാണുന്നത്? ഐ ആം സോറി എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോടൊക്കെ മോശമായിട്ട് സംസാരിച്ചതെന്ന് എനിക്കറിയാം. അപ്പോൾ ജിസാർ പറയുന്നുണ്ട്, കുട്ടി, പത്മ എന്തർത്ഥത്തിലാണ് നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നീ ഇപ്പോൾ സൂര്യയെ കാണുന്നത് ഒട്ടും ശരിയല്ല. കുട്ടി തിരിച്ചു പൊക്കോളൂ എന്ന് പറയാൻ. പത്മ തടയാണ്. ഇല്ല, മിത്ര വന്ന് സൂര്യയെ കാണാനാണെങ്കിൽ സൂര്യ കണ്ടിട്ടേ പോകൂ, മോള് പോയി സൂര്യയെ കാണും എന്ന് പറയാം. അങ്ങനെ മിത്ര അകത്തേക്ക് പോകാൻ കേട്ടോ. ഇതെല്ലാം നന്ദിനിയും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ മിത്ര റൂമിലേക്ക് കയറുക. ഡോറിൻ്റെ അടുത്തെത്തുമ്പോൾ അവൾ ആ പഴയ കാലം ആലോചിക്കുകയാണ്. അന്ന് സൂര്യയും അവളും കൂടി മണ്ഡപത്തിലിരിക്കുന്നത്, ഹാരം കൈമാറുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. എന്നിട്ട് അവൾ സൂര്യയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങുന്നുണ്ട്. ആ സമയത്ത് സൂര്യ ആവട്ടെ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ അവൾ സൂര്യയുടെ അടുത്ത് വന്ന് ബാഗൊക്കെ ഷെൽഫിൽ വെച്ച് തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് കൈകൊണ്ട് സൂര്യയുടെ തലയിരിങ്ങ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് നന്ദിനി അവിടേക്ക് ഒരു കപ്പ് ചായയുമായിട്ട് കടന്നു വരുന്നത്. നന്ദിനിയെ കണ്ടതും മിത്ര ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് മിത്ര ചോദിക്കുന്നുണ്ട്, നന്ദിനി, സൂര്യ എനിക്ക് എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു, അന്നും ഇന്നും ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അവന് വയ്യാതായി എന്നറിഞ്ഞപ്പോൾ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. എന്തായാലും നന്ദിനിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ അവനിങ്ങനെയൊക്കെ അവനെ ശുശ്രൂഷിക്കാൻ കഴിയുന്നത്. നന്ദിനി വേണം ഇനി അവനെ മാറ്റിയെടുക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഉപദേശിക്കുകയാണ്. അങ്ങനെ നന്ദിനിക്ക് തന്നെ ആകെ ഷോക്കാവുകയാണ്. കാരണം ഇത്രയും നല്ല രീതിയിൽ നന്ദിനി സംസാരിക്കുന്നത് കാണുമ്പോൾ. മിത്ര പറയുന്നില്ല, എന്തായാലും സൂര്യ ഉറങ്ങിക്കോട്ടെ, ഞാൻ എന്തായാലും വിളിച്ചുണർത്തുന്നില്ല, ഞാൻ പോവുകയാണ്, ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ, കണ്ടു, സന്തോഷമായി എന്നൊക്കെ പറയാണ്. ശേഷം രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നന്ദിനിയും മിത്രയും സംസാരിച്ചിട്ട് താഴേക്ക് ഇറങ്ങി കാണുമ്പോൾ ഇന്ദ്രജിക്കൊക്കെ ദേഷ്യം വരികയാണ്. ഇനി എന്തായാലും നീ വന്നു, ഇനി ഈ വീട്ടിൽ ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ചവിട്ടി പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം യാത്ര പറഞ്ഞ് മിത്ര അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ. അപ്പോഴാണ് മേലെ ബാൽക്കണി നിൽക്കുന്ന സൂര്യയെ മിത്ര കാണുന്നത്. അവനെ കണ്ടതും അവളൊന്ന് നമ്പർ ഇറക്കാൻ നന്ദിനിയോട് നല്ല രീതിയിൽ സംസാരിക്കുകയും യാത്ര പറയുകയും പോകാൻ സമയം അവളെ ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഇതിനെ കാണുമ്പോൾ നന്ദിനിക്ക് തന്നെ ആകെ ഷോക്കാവുകയാണ്. എന്നാൽ ഇത് കാണുന്ന സൂര്യക്ക് എന്തോ ഒരു നീരസം തോന്നുകയാണ് കേട്ടോ. അല്ല, നന്ദിനി എപ്പോഴാണ് ഇവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പായത്? ഇങ്ങനെയൊന്നും ആയില്ലല്ലോ. ഇനി നന്ദിനിയും ഇവളും ചേർന്ന് ഒത്തുകളി ആയിരിക്കുമോ എന്നൊക്കെ രീതിയിൽ അവൻ്റെ ഉള്ളിൽ സംശയം കൂടുകയാണ്.